ഹലോ കൂട്ടുകാരെ, 4ാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റായ കളിക്കാം ചിരിക്കാം എന്ന പാഠഭാഗത്തിൻ്റെ 2ാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. ആദ്യ പാർട്ടിൽ കാട്ടിലെ കായികോത്സവം എന്ന പാഠഭാഗമാണ് നമ്മൾ ചെയ്തിരുന്നത്. 2ാം ഭാഗമായ ഈ ഭാഗത്തിൽ ഒളിമ്പിക്സ് പരിശീലനം എന്ന പാഠഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും ആദ്യത്തെ പാർട്ട് കണ്ടല്ലോ അല്ലേ? നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ 4ാം ക്ലാസ് മലയാളം എന്ന ഭാഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അത് കണ്ടതിന് ശേഷം ഈ പാർട്ട് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. നമ്മളുടെ പാഠത്തിൻ്റെ പേരെന്താണ്? ഒളിമ്പിക്സ് പരിശീലനം എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഒളിമ്പിക്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? കായിക മത്സരങ്ങളാണ് ഒളിമ്പിക്സിൽ നടക്കുന്നത് അല്ലേ? അടുത്ത ഒളിമ്പിക്സ് ഏത് വർഷമാണ് നടക്കുന്നത്? 2026 ഇറ്റലിയിൽ വെച്ചിട്ടാണ് അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗം ഒന്ന് നോക്കാം. രാവിലത്തെ തിരക്കുകൾ കഴിഞ്ഞ് അമ്മമ്മയും ദിയയും മാത്രമാവുന്ന സമയം. അവളുടെ എല്ലാ കാര്യത്തിനും കൂട്ടിനായി അമ്മമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. ചിത്രം വരയ്ക്കാനും ചോറും കറിയും വെച്ച് കളിക്കാനും എല്ലാം. അമ്മമ്മയ്ക്കാണെങ്കിൽ ഒരാളും ശല്യപ്പെടുത്താനില്ലാതെ കുറച്ചു നേരമെങ്കിലും TV-യിൽ ഒളിമ്പിക്സ് ഇനങ്ങൾ കാണണമെന്ന കലശലായ മോഹവും. അപ്പോൾ രാവിലെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അമ്മമ്മയും ആര് മാത്രമേ ഉള്ളൂ വീട്ടിൽ? ദിയയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ദിയ എന്ത് ചെയ്യും? താൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂട്ടിന് വേണ്ടി ആരെ വിളിക്കും? അമ്മമ്മയെ വിളിക്കും. എന്തൊക്കെ കാര്യത്തിനാണ് വിളിക്കുന്നത്? ചിത്രം വരയ്ക്കാനും ചോറും കറിയും വെച്ച് കളിക്കാനും എല്ലാം ദിയയ്ക്ക് ആര് കൂട്ട് വേണം? അമ്മമ്മ കൂട്ട് വേണം. അമ്മമ്മയ്ക്ക് പക്ഷെ എന്താ ആഗ്രഹം? ആരും ശല്യപ്പെടുത്താനില്ലാതെ കുറച്ച് സമയം എന്ത് ചെയ്യണം? TV-യിൽ ഒളിമ്പിക്സിലെ മത്സരങ്ങളൊക്കെ കണ്ടിരിക്കണമെന്നാണ് അമ്മമ്മയ്ക്ക് ആഗ്രഹം. ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളായിരുന്നു അത്. ഒരുവിധം കൂടെയിരുന്ന് കാണാൻ അവളെയും പ്രേരിപ്പിച്ചു. അങ്ങനെ 2 ദിവസം രാവിലെ അമ്മമ്മയും കുട്ടിയും ഒരുമിച്ചിരുന്ന് മത്സരങ്ങൾ കണ്ടു. അപ്പോൾ ഒളിമ്പിക്സിലെ മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണത്. അപ്പോൾ അമ്മമ്മയ്ക്ക് എന്ത് വേണം? ഒളിമ്പിക്സ് മത്സരങ്ങളൊക്കെ ഇരുന്ന് കാണണം. അപ്പോൾ എന്ത് ചെയ്തു? ദിയയ്ക്ക് അതൊന്നും കാണാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അമ്മമ്മ എന്ത് ചെയ്തു? ദിയയെ തൻ്റെ കൂടെ ഇരുന്ന് കാണാൻ വേണ്ടി അവളിൽ താല്പര്യമൊക്കെ ഉണ്ടാക്കിച്ച് അവളെ ഇരുത്തി കാണിക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ 2 ദിവസം എന്ത് ചെയ്തു? അവർ രണ്ടുപേരും അമ്മമ്മയും കുട്ടിയും ഒന്നിച്ചിരുന്ന് മത്സരങ്ങൾ കണ്ടു. 3-ാം ദിവസം മുതൽ അമ്മമ്മ തിരക്കിലാണെങ്കിലും ദിയമോൾ വന്ന് വിളിക്കാൻ തുടങ്ങി. അമ്മമ്മേ, വേഗം വരൂ, നമുക്ക് ഒളിമ്പിക്സ് കാണാനുണ്ടെന്ന് മറന്നോ? ഓടുന്ന ഏട്ടന്മാരും ചേച്ചിമാരുമൊക്കെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ 2 ദിവസമൊക്കെ അമ്മമ്മ കഷ്ടപ്പെട്ടാണ് ദിയയെ പിടിച്ചിരുത്തി കാണിച്ചതല്ലേ. പക്ഷെ 3-ാമത്തെ ദിവസം ദിയ എന്ന് ആരെ വിളിക്കാൻ തുടങ്ങി? അമ്മമ്മയെ വിളിക്കാൻ തുടങ്ങി. അമ്മമ്മേ, വേഗം വാ, നമുക്ക് ഒളിമ്പിക്സ് കാണണ്ടേ. ഓടുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മളെ കാത്തവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. വേഗം പോവാമെന്ന് പറഞ്ഞു. ഓടാതെ കാത്തു നിൽക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഓർത്ത് മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് വേഗം തന്നെ അമ്മമ്മ വന്നു. ഓട്ടവും ചാട്ടവും ഏറും നീന്തലും ജിംനാസ്റ്റിക്കുമെല്ലാം അവരങ്ങനെ ഒരുമിച്ച് വീർപ്പടക്കി കണ്ടു. വൈകുന്നേരം പതിവ് പോലെ ഒരുമിച്ച് മുറ്റത്തേക്കിറങ്ങിയപ്പോൾ അവൾ ഒരു പ്രഖ്യാപനം നടത്തി. അമ്മമ്മേ, ദിയക്കുട്ടി ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോവാണ്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് അവൾ പറയുന്നത്. അങ്ങനെ അമ്മമ്മ എന്താണ് തൻ്റെ ജോലിയെല്ലാം ഒതുക്കി വെച്ച് വന്നിട്ട് എന്താണ് മത്സരങ്ങളൊക്കെ കണ്ടു. എന്തൊക്കെ മത്സരങ്ങളാണ്? ഓട്ടം, ചാട്ടം, എറിയൽ, നീന്തൽ, ജിംനാസ്റ്റിക് അല്ലേ, എല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ടു. എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്ത് ചെയ്തു? അമ്മമ്മയും ദിയയും കൂടെ സാധാരണ എന്ത് ചെയ്യാറുണ്ട്? വീടിൻ്റെ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഇറങ്ങി നടന്നപ്പം നമ്മുടെ ദിയ ഒരു പ്രഖ്യാപനം നടത്തി. എന്ത് പ്രഖ്യാപനമാണ് നടത്തിയത്? ദിയക്കുട്ടിയും ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോകുവാണെന്നാണ് ഒരു പ്രഖ്യാപനം നടത്തിയത്. അവൾ വളരെ ഗൗരവത്തിലാണ് ഈ കാര്യമൊക്കെ പറഞ്ഞത്. കുറച്ചുകൂടി വലുതാവണം അതിൽ മത്സരിക്കണമെങ്കിൽ. പിന്നെ നല്ല പ്രാക്ടീസും വേണം. വെറുതെ ഓടിപ്പോയിട്ട് അങ്ങോട്ട് മത്സരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അമ്മമ്മ കാര്യം പറഞ്ഞു. അതിനെന്താ? ദിയക്കുട്ടി വേം വലുതാവുന്നുണ്ടല്ലോ. വലുതായിട്ട് മതി ഒളിമ്പിക്സിന് പോണത്. എന്നാലും എന്നും പ്രാക്ടീസ് ചെയ്യണ്ടേ? അപ്പോൾ അമ്മമ്മ എന്ത് പറഞ്ഞു? മത്സരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ മത്സരിക്കണമെങ്കിൽ ദിയക്കുട്ടി എന്ത് ചെയ്യണം? കുറച്ചും കൂടി വലുതാകണം. പിന്നെ എന്തും വേണം? നല്ല പ്രാക്ടീസ് വേണം. വെറുതെ അങ്ങോട്ട് ചെന്നിട്ട് മത്സരിക്കണം എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നമുക്ക് നല്ല കഴിവുണ്ടെങ്കിലേ നമുക്ക് അവിടെ പോയി മത്സരിക്കാൻ പറ്റത്തോളെന്ന് പറഞ്ഞു. അപ്പോൾ ദിയക്കുട്ടി എന്താ പറഞ്ഞത്? അതിനെന്താ? ദിയക്കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? വേഗം എന്ത് ചെയ്യുന്നുണ്ട്? വലുതാവുന്നുണ്ട്. വലുതാവൂന്ന് ഓർത്തിട്ട് പേടിയൊന്നും വേണ്ട. വലുതായിട്ട് ഞാൻ ഇവിടെ പൊക്കോളാം, ഒളിമ്പിക്സിന് പൊക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ എന്നും പ്രാക്ടീസ് ചെയ്യണ്ടേ? അതിനിപ്പോൾ എന്താ വേണ്ടത്? വേണമല്ലോ. അമ്മമ്മ ഉത്സാഹം കൂട്ടി. എന്നാൽ ഇന്ന് മുതൽക്ക് നമ്മൾ പ്രാക്ടീസ് തുടങ്ങാൻ പോവാണ്. നമ്മളോ? ദിയക്കുട്ടി ചെയ്താൽ പോരെ? പറ്റില്ല. അമ്മമ്മയും ദിയക്കുട്ടിയും കൂടിയാ മത്സരിക്കാൻ പോണത്. അമ്മമ്മ മടിച്ചിയാവാണ്ടേ എന്നും എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നോളൂ കേട്ടോ. സമ്മതിക്കാതെ തരമില്ലല്ലോ. അങ്ങനെ വൈകുന്നേരങ്ങളിൽ അമ്മമ്മയും കുട്ടിയും കൂടി ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അപ്പോൾ അമ്മമ്മ പറഞ്ഞു പ്രാക്ടീസൊക്കെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ദിയമോൾ എന്താ പറഞ്ഞെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പ്രാക്ടീസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അമ്മമ്മയ്ക്ക്
സംശയം. കാരണം ദിയക്കുട്ടിയല്ലേ ഒളിമ്പിക്സിന് പോകുന്നത്, അതിന് അമ്മമ്മ എന്തിനാ പ്രാക്ടീസ് ചെയ്യുന്നത്? അപ്പോൾ അമ്മമ്മ ചോദിച്ചു ദിയക്കുട്ടി മാത്രം ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. പക്ഷേ എന്താണ് ദിയക്കുട്ടി എന്താ പറയുന്നത്, അത് പറ്റില്ല, അമ്മമ്മ എന്ത് ചെയ്യണം, എൻ്റെ കൂടെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, അമ്മമ്മ ഇങ്ങനെ മടിച്ചിയാവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മമ്മയ്ക്ക് എന്താണ് വേറെ വഴിയൊന്നുമില്ല, സമ്മതിക്കാതിരുന്ന് കഴിഞ്ഞാൽ ദിയക്കുട്ടി എന്ത് ചെയ്യും, വഴക്കുണ്ടാക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മമ്മ എന്ത് ചെയ്തു, ദിയക്കുട്ടിയോട് സമ്മതിച്ചിട്ട് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങാൻ തുടങ്ങി. അമ്മമ്മേ, നമുക്ക് ഓട്ട മത്സരത്തിനും ഉണ്ട എറിയുന്നതിനും ചേരണം. ദിയ ഐറ്റങ്ങൾ തീരുമാനിച്ചു. ഉണ്ട എറിയുന്നതാണ് ഷോട്ട് പുട്ട്. ഒരു പുതിയ പേര് അവൾ മനസ്സിലാക്കിക്കോട്ടെ. ഷോട്ട് പുട്ട്. ദിയ അത് പലതരത്തിലും പല ശബ്ദത്തിലും ആവർത്തിച്ച് പറഞ്ഞ് കുടുകുടെ ചിരിക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട് പറയാൻ. നീണ്ട മുറ്റത്ത് ഒരറ്റത്ത് നിന്ന് ഗേറ്റ് വരെയും അവിടുന്ന് തിരിച്ചും ഓടണം, അതാണ് വ്യവസ്ഥ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ദിയ റെഡിയായി നിന്നു. അമ്മമ്മേ, എൻ്റെ കൂടെ ഓടാൻ വരൂ. നമ്മൾ ഒരുമിച്ച് ഓടാൻ പറ്റില്ല, ഞാൻ സീനിയർ ഗ്രൂപ്പിലാ, ദിയക്കുട്ടി ജൂനിയർ ഗ്രൂപ്പിൽ. അവളുടെ കൂടെ ഓടാതിരിക്കാൻ അമ്മമ്മയൊരു കാരണം കണ്ടെത്തി. അപ്പോൾ എന്തൊക്കെ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കണമെന്നാ ദിയക്കുട്ടി പറയുന്നത്? എന്തിനൊക്കെയാണ്? ഓട്ട മത്സരത്തിനും ഉണ്ട എറിയുന്നതിനും അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയൊരു ഉണ്ട പോലൊരു സംഭവം എടുത്തെറിയുന്ന മത്സരം? എന്താണ് അതിൻ്റെ പേര്? ഷോട്ട് പുട്ട്. അപ്പോൾ ആ പേര് ആര് പറഞ്ഞു കൊടുത്തു? അമ്മമ്മ ദിയക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദിയക്കുട്ടി ഷോട്ട് പുട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ആദ്യം എന്താണ്, ഓട്ടം മത്സരത്തിൻ്റെ പ്രാക്ടീസാണ് തുടങ്ങുന്നതല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മുറ്റത്തിൻ്റെ അങ്ങ് വരെ ഓടണം. അപ്പോൾ ദിയ ചെന്ന് നിന്നിട്ട് അമ്മമ്മയും വിളിച്ച് ഓടാൻ വേണ്ടി. അപ്പോൾ അമ്മമ്മ പറഞ്ഞു എന്താണ്, നമ്മൾ ഒരുമിച്ച് ഓടാൻ പറ്റത്തില്ല, അമ്മമ്മയ്ക്ക് നല്ല പ്രായമുണ്ടല്ലോ, അതുകൊണ്ട് അമ്മമ്മ എവിടെയാണ്, സീനിയർ ഗ്രൂപ്പിലാണ് വരുന്നത്, ദിയക്കുട്ടി ജൂനിയർ ഗ്രൂപ്പിലാണ്, അതുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് ഓടാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ട് അമ്മമ്മ അങ്ങനെ പറഞ്ഞു? അമ്മമ്മയ്ക്ക് ഓടാൻ വയ്യല്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മമ്മ ഒരു കാരണം കണ്ടെത്തി പറഞ്ഞതാണ്. ഒരു നിമിഷം പുരികം ചുളിച്ച് അവൾ ആലോചനയിലാണ്ടു. എന്നാ ശരി, ഞങ്ങൾ ആദ്യം ഓടാം. ദിയ റെഡിയായി. ഞങ്ങളോ? അമ്മമ്മ നെറ്റി ചുളിച്ചു. അമ്മമ്മേ, എൻ്റെ ചെങ്ങായിമാരൊക്കെ ഓടുന്നുണ്ട്, കണ്ടില്ലേ, എല്ലാവരും ഈ ലൈനിൽ റെഡിയായി നിൽക്കണത്. അവൾ തൻ്റെ ഇരുഭാഗത്തേക്കും ചൂണ്ടി. അത് ശരി, അവളുടെ ഭാവനയിലുള്ള ചെങ്ങാതിമാർ. അപ്പോൾ പറഞ്ഞു, എങ്കിൽ അമ്മമ്മ ഓടണ്ട, എൻ്റെ ചെങ്ങാതിമാരൊക്കെ ഓടുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തോളാം, ഞങ്ങളൊന്ന് ചോടിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വേറെ ആരുമില്ല, ദിയക്കുട്ടി മാത്രമേ ഉള്ളല്ലേ. അപ്പോൾ എന്താണ് അമ്മമ്മ പറഞ്ഞു, ചെങ്ങാതിമാരോ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്താണ്, അതാണ്ട് കണ്ടില്ലേ, എൻ്റെ അപ്പുറം ഇപ്പുറം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. നമ്മളും അങ്ങനെ കളിക്കാറില്ലേ, നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുപോലെയൊക്കെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കളിക്കാറില്ലേ, അതുപോലെ ദിയക്കുട്ടിയുടെ ഭാവനയിലുള്ള ചങ്ങാതിമാരാണ്, സുഹൃത്തുക്കളാണ് അപ്പുറം ഇപ്പുറം ഉണ്ടെന്ന് ആര് പറഞ്ഞത്? ദിയക്കുട്ടി പറഞ്ഞത്. എല്ലാവരും ലൈനിൽ നിന്നില്ലേ? ശരി, റെഡി, 1 2 3 അമ്മമ്മ ഉറക്കെ പറഞ്ഞു. അയ്യയ്യേ, അങ്ങനല്ല അമ്മമ്മേ, ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ. അപ്പോൾ ഇതാണ് അമ്മമ്മ പറഞ്ഞു, എല്ലാവരും കറക്റ്റായിട്ട് നിന്നല്ലോ, ലൈനിൽ നിന്നല്ലോ, നിരനിരയായി നിന്നില്ലേ, ഇനിയിപ്പോൾ എന്ത് പറയാം, റെഡി 1 2 3 പറയാമെന്ന് അമ്മമ്മ ഉറക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ദിയ എന്ത് പറഞ്ഞു, അങ്ങനെയല്ല പറയേണ്ടത്, ഒളിമ്പിക്സിൽ എങ്ങനെയാ പറയുന്നത്, 1 2 3 എന്നാണോ പറയുന്നത്? അല്ല, എന്താ പറയുന്നത്? ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ, അങ്ങനെ വേണം പറയാനെന്ന് ആര് പറഞ്ഞു കൊടുത്തു? ദിയക്കുട്ടി അമ്മമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. അജ്ഞയായ അമ്മമ്മയെ അക്ഷമയോടെ ദിയ തിരുത്തി. അമ്മമ്മ അത്ഭുതപ്പെട്ടു. എൻ്റെ കുട്ടിക്കാലമല്ല ഇത്. അപ്പോൾ ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മളുടെ ദിയക്കുട്ടിയുടെ അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് 1 2 3 എന്നല്ല, ഇങ്ങനെ വേണം പറയാനെന്നല്ലേ. അപ്പോൾ ഇത് കേട്ടിട്ട് അമ്മമ്മയ്ക്ക് അത്ഭുതമായി. അമ്മമ്മയുടെ കുട്ടിക്കാലം പോലെയല്ല ഇന്നത്തെ കുട്ടികളുടെ കുട്ടിക്കാലം അല്ലേ, അവർക്ക് കുറേ കൂടെ കാര്യങ്ങളൊക്കെ അറിയാം. ഇന്നത്തെ കുട്ടികൾക്കല്ലേ, അവർ TV കാണുന്നുണ്ട്, ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടല്ലേ. ശരി, എന്നാൽ അങ്ങനെ പറയാം. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ. അപ്പോൾ ഇനി 1 2 3 പറഞ്ഞുകൊണ്ട് ദിയക്കുട്ടിക്ക് വിഷമം വേണ്ട, പകരം എന്താണ്, ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ട് അമ്മമ്മ എന്ത് പറഞ്ഞു? ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ. സ്റ്റാർട്ടിംഗ് ലൈനിൽ ഒരു മുട്ടുമടക്കി ഇരുന്നിരുന്ന ദയ ഓരോ വാക്കിനും കൈകുത്തി കുനിഞ്ഞു നിൽക്കുകയും പിന്നെ നിവരുകയും ഓടുകയും ചെയ്തത് കണ്ടപ്പോഴും അമ്മമ്മയ്ക്ക് അത്ഭുതമായി. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? അമ്മമ്മേ, ഞങ്ങൾ ഓടുമ്പോൾ അപ്പ് 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 എന്ന് പറയണം കേട്ടോ, ഓട്ടമത്സരം തുടങ്ങുന്നതിന് മുൻപ് ദിയ ആവശ്യപ്പെട്ടു. ഓടി തിരിച്ചെത്തിയ ദിയയെ ഫസ്റ്റായി പ്രഖ്യാപിച്ചതിന് ശേഷം അമ്മമ്മ ചോദിച്ചു, ദിയക്കുട്ടി ഓടുന്നതിന് മുൻപേ ഇങ്ങനെയാ നിൽക്കേണ്ടത് എന്ന് ആരാ പറഞ്ഞു തന്നത്? അതും അമ്മയാ? അല്ലമ്മമ്മേ, നമ്മൾ TV-യിൽ കണ്ടില്ലേ, ഓടിയ ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അങ്ങനല്ലേ നിന്നിരുന്നത്. അപ്പോൾ എന്താണ്, ഈ ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് ഓരോ പറച്ചിലിനും എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നിൽക്കണമല്ലേ. ഓൺ യുവർ മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കിൽ കറക്റ്റായിട്ട് നിൽക്കണം. എന്നിട്ട് ഗെറ്റ് സെറ്റ് എന്ന് പറയുമ്പം ഓരോ തവണ എന്താണ്, മുട്ടുമടക്കി ഇരുന്ന സ്ഥലത്ത് നിന്ന് പതിയെ പതിയെ കൈകുത്തി കുനിഞ്ഞ് നിൽക്കുകയും നിവരുകയും ചെയ്തതിന് ശേഷം ഗോ എന്ന് പറയുമ്പം ഓടണം അല്ലേ. അപ്പോൾ ഇതെല്ലാം ദിയ കറക്റ്റായിട്ട് ചെയ്തു. ഇത് കണ്ടപ്പം അമ്മമ്മയ്ക്ക് അത്ഭുതമായി. ദിയ ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത്? ചെറിയ കുട്ടിയല്ലേ, പക്ഷേ ഇതൊക്കെ അവൾക്ക് എങ്ങനെയാണ് അറിയാവുന്നതെന്ന് അമ്മമ്മയ്ക്ക് അത്ഭുതമായി. എന്തുകൂടി ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓടും
ഓടുമ്പോൾ എന്ത് പറയണം? അപ്പ് 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 എന്ന് പറയണം അല്ലേ? അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ദിയയെ ഫസ്റ്റായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ട് അമ്മമ്മ ചോദിച്ചു, ഓടുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ നിൽക്കണമെന്ന് ആരാ പറഞ്ഞു തന്നത്? അമ്മയാണോ പറഞ്ഞു തന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ദിയ എന്താ പറയുന്നത്? അല്ല, നമ്മൾ ടി വിയിൽ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഓടുന്നത് കണ്ടേയല്ലേ, അപ്പോൾ അവരിങ്ങനെയൊക്കെയല്ലേ ഓടിയെന്ന് ആര് തിരിച്ചു ചോദിച്ചു? ദിയ തിരിച്ചു ചോദിച്ചു. അമ്മമ്മയ്ക്ക് നാണക്കേട് തോന്നി. അവൾ ടി വിയിലെ മത്സരങ്ങൾ കണ്ടത് എത്രമാത്രം ശ്രദ്ധിച്ചാണെന്ന് അപ്പോൾ മനസ്സിലായി. അപ്പോൾ അമ്മമ്മയും കൊച്ചുമോളും ഒന്നിച്ചാണല്ലേ മത്സരങ്ങളൊക്കെ കണ്ടത്, പക്ഷേ അവൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു അല്ലേ? ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ വെടി പൊട്ടിക്കാൻ ഒരു തോക്കും കൂടി വേണ്ടിയിരുന്നു ഇല്ലേ അമ്മമ്മേ? ഓ, അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു, ഒരു തോക്കിൻ്റെ. അമ്മമ്മ ഓർത്തു. ഇനി അടുത്ത ദിയയുടെ അഭിപ്രായം എന്താണ്? അതിനകത്ത് എങ്ങനെ ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു വെടി വെക്കുമല്ലേ. അപ്പോൾ ആ വെടിയുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് ഇവരെല്ലാം ഓടുക. അപ്പോൾ നമുക്കൂടെ എന്ത് വേണമായിരുന്നു? ഒരു തോക്കൊക്കെ വേണമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി വലിയവരുടെ ഓട്ട അമ്മമ്മയുടെ ഗ്രൂപ്പിൻ്റെ ദിയ ഓർമ്മപ്പെടുത്തി. കുഴപ്പമായല്ലോ, സീനിയർ ഗ്രൂപ്പിൻ്റെ കാര്യം അമ്മമ്മ വളരെ സൗകര്യപൂർവ്വം മറന്നിരുന്നു. അപ്പോൾ ദിയയുടെ ഓട്ടം കഴിയുമ്പോൾ ദിയ പറഞ്ഞു, ഇനി എന്താണ്? ഇനി വലിയവരുടെ സീനിയർ ഗ്രൂപ്പിൻ്റെ ഓട്ടമാണ്, ഇനി അമ്മമ്മയാണ് ഓടേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അമ്മമ്മയ്ക്ക് ഓടാൻ വയ്യാത്തത് കൊണ്ടാണ് അമ്മമ്മ എന്ത് പറഞ്ഞത്? അമ്മമ്മ സീനിയർ ഗ്രൂപ്പാണ്, ദിയക്കുട്ടി വേറെ ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ ഇനി ദിയ പറയാണ് അമ്മമ്മ ഓടണമെന്നാണ് പറയുന്നത്. അമ്മമ്മ ഓടണോ? ദിയക്കുട്ടി ഓടിയത് പോരെ? അമ്മമ്മ കെഞ്ചി നോക്കി. പറ്റില്ല, ഈ അമ്മമ്മയ്ക്ക് എന്തൊരു മടിയാ. ഇങ്ങനെ ആയാലും ദിയക്കുട്ടി മാത്രമേ ഒളിമ്പിക്സിന് പോകണ്ടാവുള്ളൂ. പ്രാക്ടീസ് ചെയ്യാഞ്ഞാൽ അമ്മമ്മയെ കൊണ്ടുപോവില്ല. അപ്പോൾ എന്താണ് അമ്മമ്മ ചോദിച്ചു നോക്കി, എന്താണ് ദിയക്കുട്ടി ഓടിയത് പോരെ, ഇനി അമ്മമ്മ ഓടണോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ദിയക്കുട്ടി എന്താ പറയുന്നത്? അമ്മമ്മയ്ക്ക് എന്താണ് ഭയങ്കര മടിയാണ്. ഇങ്ങനെ അമ്മമ്മ മടി പിടിച്ച് പ്രാക്ടീസ് ചെയ്യാതിരുന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒളിമ്പിക്സിൽ പോകാനായിട്ട് പറ്റത്തില്ല. അവസാനം ദിയക്കുട്ടി ഒളിമ്പിക്സിന് പോവുകയും ചെയ്യും, അമ്മമ്മയ്ക്ക് ഒളിമ്പിക്സിന് പോകാൻ പറ്റാതാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദിയ വളരെ കണിശമായി പറഞ്ഞു. അങ്ങനെ അതിനൊരു തീരുമാനമായി. ഒളിമ്പിക്സിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നന്നായി, വൈകുന്നേരത്തെ സ്ഥിരം നടത്തം ഓടിത്തീരട്ടെ. അമ്മമ്മേ, നമുക്ക് നീന്തൽ പ്രാക്ടീസ് ചെയ്യാൻ ഒരു കുളം വേണ്ടിയിരുന്നു. അതിനിപ്പോൾ കുറേ കാലം തന്നെ വേണ്ടിവരും എൻ്റെ മോളെ. നീന്തൽ നമുക്ക് പിന്നത്തെ ഒളിമ്പിക്സിനാക്കാം. എന്നാൽ അത് അങ്ങനെ ആവട്ടെ. അവൾ സമ്മതം മൂളി. അവസാനം അമ്മമ്മയ്ക്ക് എന്താണ് ദിയോട് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ലല്ലേ. അപ്പോൾ അമ്മമ്മ എന്ത് തീരുമാനിച്ചു? എന്നും വൈകുന്നേരം സ്ഥിരമായിട്ട് നടക്കാറുണ്ട്, ഇനി ഇതിന് പകരം എന്തോ ആയിക്കോട്ടെ, ഓട്ടം ആയിക്കോട്ടെ എന്ന് അമ്മമ്മ തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പം ദിയക്കുട്ടിയുടെ അടുത്ത ആവശ്യം എന്താണ്? നീന്തൽ പ്രാക്ടീസ് ചെയ്യാൻ എന്ത് വേണമായിരുന്നു? ഒരു കുളം കൂടെ വേണമായിരുന്നു. അപ്പം അമ്മമ്മയ്ക്ക് അതും കൂടെ കേട്ടപ്പോൾ മതിയായില്ലേ. അപ്പം അമ്മമ്മ പറഞ്ഞു, എന്താണ് നീന്തൽ നമുക്ക് അടുത്ത ഒളിമ്പിക്സിനാക്കാം, ഇനിയിപ്പോൾ കുളമൊക്കെ കുത്തി പ്രാക്ടീസൊക്കെ ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും എന്ന് പറഞ്ഞു. എന്നാൽ അതങ്ങനെ ആകട്ടെ എന്ന് ദിയക്കുട്ടിയും പറഞ്ഞു. പക്ഷേ എന്തായാലും നീണ്ട 2 വടിയും ഓട്ടമത്സരം തുടങ്ങുമ്പോൾ വെടിപൊട്ടിക്കാൻ തോക്കും വേണമെന്ന് അമ്മച്ചനോട് പറയണം. അതിൽ കുറഞ്ഞ പ്രശ്നമേ ഇല്ല എന്ന മട്ടിൽ അവൾ നിന്നു. ഇനി പക്ഷെ എന്ത് വേണം? കുളമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നീണ്ട 2 വടി വേണം. പിന്നെന്താണ്? ഓട്ടമത്സരം തുടങ്ങുമ്പോൾ വെടി പൊട്ടിക്കാനുള്ള തോക്കും വേണം എന്ന് ആരോട് പറയണം? അമ്മച്ചനോട് പറയണമെന്ന് ദിയക്കുട്ടി പറഞ്ഞു. നീണ്ട വടി എന്തിനാ? ഓ എൻ്റെ അമ്മമ്മേ, ഓടി വന്ന് നീണ്ടൊരു വടിയും കുത്തി ചാടണ മത്സരം നമ്മൾ കണ്ടില്ലേ, അതിന് നീണ്ട വടി വേണ്ടേ? 2 എണ്ണം എന്തിനാ? ഒരു വടി കുത്തിയല്ലേ അവർ ചാടണത്. ഒന്നെനിക്കും ഒന്ന് അമ്മമ്മയ്ക്കും. ദിയയ്ക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. അമ്മമ്മ ശരിക്കും ഞെട്ടിപ്പോയി. 2 ആളും കൂടി പോൾ വാൾട്ട് പരിശീലിക്കുന്നത് മനസ്സിൽ കണ്ട് അമ്മമ്മ അങ്ങനെ തരിച്ചു നിന്നു. അപ്പോൾ എന്താണ്? ദിയമോള് പറഞ്ഞല്ലോ 2 വടി വേണം എന്ന്. അപ്പോഴത്തേക്ക് അമ്മമ്മയ്ക്ക് സംശയം, എന്തിനാ നീണ്ട വടി, എന്തിനു വേണ്ടിയിട്ടാ? അപ്പം ദിയക്കുട്ടി പറഞ്ഞു, എന്താണ് നമ്മൾ കണ്ടില്ലേ, അതിനകത്ത് അവരൊരു നീണ്ട വടിയും കൊണ്ട് ഓടി വന്നിട്ട് അത് കുത്തി വെച്ചിട്ട് ചാടി പൊങ്ങുന്നൊരു മത്സരം കണ്ടല്ലായിരുന്നു, അതിനപ്പം നീണ്ട വടി വേണ്ടേ എന്ന് ചോദിച്ചു. എന്താണ് മത്സരം? പോൾ വാൾട്ടാണല്ലേ. അപ്പോഴത്തേക്ക് അമ്മമ്മയ്ക്ക് അത്ഭുതം. എങ്കിൽ നീണ്ട 2 വടി എന്തിനാ? നിനക്ക് ഒരെണ്ണം പോരെ? ഒരു വടി കുത്തിയല്ലേ അവർ ചാടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ദിയ എന്താ പറഞ്ഞത്? ഒന്ന് എനിക്കും ഒന്ന് അമ്മമ്മയ്ക്കും, അതിന് വേണ്ടിയിട്ടാണ് 2 വടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് അമ്മമ്മ ഞെട്ടിപ്പോയി. കാരണം ഇനി ഓടാൻ തന്നെ അമ്മമ്മയ്ക്ക് വയ്യല്ലേ, അപ്പോൾ ഇനി വടിയും കൂടെ കുത്തി ചാടുന്നത് ഓർത്ത് അമ്മമ്മ അന്തം വിട്ടിങ്ങനെ നിന്ന് പോയി അല്ലേ. അപ്പോൾ ഇത് ഏതിൽ നിന്നെടുത്തിയാണ്? എം ഗീതാഞ്ജലി എഴുതിയ ദിയമോളും അമ്മമ്മയും എന്ന് പറയുന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഇനി നോക്കിയേ, കഥയിലെ അമ്മമ്മയെ നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്തുകൊണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എഴുതാം, എന്നിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് എഴുതാം അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അമ്മമ്മയെ? ഇഷ്ടമായി അല്ലേ? കാരണം എന്താണ്? ദിയക്കുട്ടിയോടൊപ്പം അമ്മമ്മ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്നുണ്ടല്ലേ. ദിയക്കുട്ടിയോട് കളിക്കാനും ദിയക്കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാം അമ്മമ്മ നിൽക്കുന്നുണ്ട് അല്ലേ. സ്നേഹം ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ്. പാഠപുസ്തകത്തിൻ്റെ അവസാന പേജിൽ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങൾ ശ്രദ്ധയോടെ വായിക്കൂ. ഈ കഥയിലെ വീട്ടിൽ കുട്ടിയുടെ എന്തെല്ലാം അവകാശങ്ങളാണ് അംഗീകരിക്കപ്പെടുന്നത്?
എന്താണ് കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് നോക്കിയേ. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്കുള്ള അവകാശങ്ങൾ എന്തെല്ലാമെന്ന് അറിയേണ്ടതില്ലേ? അവകാശങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ പങ്കാളിത്തം, സംരക്ഷണം, സാമൂഹിക നീതി എന്നിവ ഉറപ്പാക്കാൻ പ്രേരണയും പ്രചോദനവും നൽകും. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോൾ ഒരു കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്നാണ് ഇതിന്റെ പേര്. എന്തെല്ലാമാണ് നിങ്ങൾക്കുള്ള അവകാശങ്ങളെന്ന് നോക്കാം. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, അതിജീവനത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം, ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കതീതമായി ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമുള്ള അവകാശം, മാനസികവും ശാരീരികവും ലൈംഗികവുമായ പീഡനങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം, പങ്കാളിത്തത്തിനുള്ള അവകാശം, ബാലവേലയിൽ നിന്നും ആപൽക്കരമായ ജോലികളിൽ നിന്നും മോചനം, ശൈശവ വിവാഹത്തിൽ നിന്നുള്ള സംരക്ഷണം, സ്വന്തം സംസ്കാരം അറിയുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, അവഗണനകളിൽ നിന്നുള്ള സംരക്ഷണം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശം, കളിക്കാനും പഠിക്കാനുമുള്ള അവകാശം, സ്നേഹവും സുരക്ഷയും നൽകുന്ന കുടുംബവും സമൂഹവും ലഭ്യമാകാനുള്ള അവകാശം. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ. നമ്മളുടെ കഥയിൽ ദിയക്കുട്ടിക്ക് അവകാശങ്ങളെല്ലാം ലഭിക്കുന്നില്ലേ? ദിയക്കുട്ടിയുടെ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അതുപോലെ ദിയക്കുട്ടിയെ കൊണ്ട് ബാലവേലയൊന്നും ചെയ്യിക്കുന്നില്ല. ദിയക്കുട്ടിക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ദിയക്കുട്ടിയെ പഠിക്കാൻ സമ്മതിക്കുന്നുണ്ട്, കളിക്കാൻ സമ്മതിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം ദിയക്കുട്ടിയുടെ അവകാശങ്ങളാണ്. ഇനി ഇവിടെ നോക്കൂ, നിങ്ങളുടെ ചില ഉത്തരവാദിത്തങ്ങൾ. നമുക്ക് അവകാശങ്ങൾ മാത്രമല്ല, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നോക്കിയേ. സ്കൂൾ, പൊതു സംവിധാനങ്ങൾ എന്നിവ നശിപ്പിക്കാതെ സംരക്ഷിക്കുക. സ്കൂളിലും പഠന പ്രവർത്തനങ്ങളിലും കൃത്യനിഷ്ഠ പാലിക്കുക. സ്കൂൾ അധികാരികളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും സഹപാഠികളെയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കതീതമായി മറ്റുള്ളവരെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും സന്നദ്ധരാവുക. അപ്പം എന്ത് ചെയ്യണം? സ്കൂളിലൊന്നും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്കൂളിലുള്ള വസ്തുക്കളൊന്നും നശിപ്പിക്കാനൊന്നും പാടില്ല. അതുപോലെ നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങളിലും പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇടപെടുകയും അത് ചെയ്യുകയൊക്കെ വേണം. അതുപോലെ എന്താണ്? അധ്യാപകരെയും മാതാപിതാക്കളെയും നമ്മുടെ സഹപാഠികൾ, കൂടെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് ബഹുമാനിക്കാനും അംഗീകരിക്കാനും സാധിക്കണം. അതുപോലെ നമ്മൾ എന്താണ്? ഒരാളെയും ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ ഒന്നിൻ്റെയും പേരിൽ ആരെയും മാറ്റി നിർത്താനോ ആരോടും നമ്മൾ മോശമായ രീതിയിൽ പെരുമാറാനോ പാടില്ല. എല്ലാ മനുഷ്യർക്കും ബഹുമാനം അർഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യരെയും നമ്മൾ ബഹുമാനിക്കാനും അംഗീകരിക്കാനും നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ദിയക്കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദിയക്കുട്ടിയുടെ അവകാശങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ട് അല്ലേ? ഇനി നോക്ക്, മുതിർന്നവർ കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. എങ്ങനെ പെരുമാറണമെന്നാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ അമ്മമ്മയെ പോലെ എന്ത് ചെയ്യണം? അവരുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുവേണ്ടി അവരോടൊപ്പം കൂടെ നിൽക്കണം അല്ലേ? ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കുകയാണ് ആര് ചെയ്യേണ്ടത്? മുതിർന്നവർ ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായത് അല്ലേ? ഇതോടെ നമ്മുടെ 4ാമത്തെ യൂണിറ്റ് തീർന്നിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു കൂട്ടുകാരെ.